വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് നമ്മൾ സഡനായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. പിന്നെ എനിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ കൂടിയാണ്, വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. സോ അപ്പം അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ, ബർത്ത്ഡേ റിലേറ്റഡ് വിശേഷം കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് എന്തായാലും എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ, അപ്പം അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ചുമ്മാ ഇറങ്ങിയിട്ടുണ്ട്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഞങ്ങൾ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ കുറച്ച് വീട് കാര്യങ്ങളൊക്കെ നോക്കി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് പോയി നോക്കി അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയാണ്, നമുക്ക് ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഉണ്ടാവുക. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണല്ലേ. ഇത് ഹോള്. എന്നിട്ട് ഇല്ല, വാഷ്റൂം അറ്റാച്ച്ഡ് അല്ലേ, കുഴപ്പമില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കോമൺ വാഷ്റൂം. ആദ്യത്തെ വീട് നമ്മൾ നോക്കി കേട്ടോ. നോക്കി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി റാൻഡംലി കണ്ടൊരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറെ സോർട്ട് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ കുറച്ചൊക്കെ നോക്കിയിട്ട്, കുറച്ചല്ല, ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കും കണ്ടാണ് കേട്ടോ. ഇവിടെ ടുലറ്റിന്റെ ബോർഡൊക്കെ കണ്ടു. അപ്പോൾ ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ 3 BHKയും 2 BHK ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇതും കൂടെ ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ലിഫ്റ്റ് 3rd ഫ്ലോർ, റൂം 313. ഇത് കൊള്ളാം. ഇത് ആദ്യം നോക്കിയതിനെക്കാട്ടിയും കുറച്ചുകൂടെ അടിപൊളി. പിന്നെ ഭയങ്കര ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ലേ. കോമൺ വാഷ്റൂം. ഓക്കെ, നൈസ്. ഓക്കെ, അടിപൊളി. ഒരു മിനിറ്റ്, ഇതാണെന്ന് തോന്നുന്നു മാസ്റ്റർ ബെഡ്റൂം. കൊള്ളാല്ലേ. വർക്ക് ഏരിയ. ഓക്കെ, നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിപ്പോ നോക്കിയത് കൊള്ളാല്ലേ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നല്ല 2 BHK എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കമ്മ്യൂണിറ്റി ഏരിയ, ഗേറ്റഡ് കമ്മ്യൂണിറ്റി, കൊള്ളാം. ഇതും റാൻഡംലി കണ്ട ഒരു റൂം നോക്കാൻ പോവാണ് കേട്ടോ. ഇത് കൊള്ളാം. ഇങ്ങനെ തപ്പിപ്പിടിക്കുന്ന പരിപാടി അടിപൊളി. ഇതാണ് നമ്പർ 3. ഇവരെല്ലാരും എന്തിനാണോ നീല പെയിന്റ് അടിക്കണേ? നീല
പെയിന്റ് ഇരുണ്ടിരിക്കുന്ന. നോക്കട്ടെ, ഇത് ബാൽക്കണിയാണോ? കൊച്ചു ബാൽക്കണി, കിച്ചൺ, കോമൺ വാഷ്റൂം. പഴയ എന്തോ വീടാണെന്ന് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മൾ അങ്ങനെ ഇപ്പൊ റാൻഡംലി കയറിയ ആ ഒരു വീട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാല് ഒരു ഭയങ്കര പഴയൊരു ബിൽഡിംഗ് ആണ്. പിന്നെ പെയിന്റ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവരെല്ലാം എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കളർ പെയിന്റ് കൊടുക്കുന്ന, ബ്ലൂ കളർ. ഭയങ്കര നെഗറ്റീവ് ഒരു വൈബ് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇനി വേറെ നോക്കാന്ന് വിചാരിച്ചു. അയ്യോ, ലിഫ്റ്റ് ഇവിടെ എവിടെയെങ്കിലും കാണും? ഈ 4 ഫ്ലോർ ഡെയിലി ഇറങ്ങി കയറാനാ? അമ്മോ, കാലപ്പഴ. അയ്യ, ഇതുവരെ വന്നല്ലേ, നോക്കിട്ട് പോവാ. അതൊരു ചെയ്ത്തായി പോയി. 4th ഫ്ലോറിലാണ് ഒരു റൂം വേക്കന്റ് ഉണ്ടെന്ന് കാണിച്ചേ, പക്ഷെ ലിഫ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. അയ്യോ, ഓൾറെഡി ഓപ്പൺ ആണ്. കുഴപ്പമില്ല. മറ്റേതിന്റെ അത്ര ഭയങ്കര സ്പേഷ്യസ് അല്ല, പക്ഷെ സ്റ്റിൽ കോമ്പാക്ട് ആണെങ്കിലും 2 BHK അല്ലേ? അയ്യേ, ഒരു ബാത്റൂമേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല. പൂജാമുറിയാണോ? കുഴപ്പമില്ല. അയ്യോ, അടുത്തത്. പക്ഷെ ഇത് അടിപൊളിയാട്ടോ. അങ്ങനെയല്ല, അറ്റ്മോസ്ഫിയർ കൊള്ളാം, കുഴപ്പമില്ല. സോ ഓക്കെ. ഓ, ഫ്രിഡ്ജുണ്ടോ? ഫ്രിഡ്ജുണ്ട്, ഒരു ടേബിള്, 2 ചെയർ, വാഷ്റൂം, പ്യൂരിഫയർ ഒക്കെ ഉണ്ട്. ഇത് തന്നെ നൈസ് ആണല്ലോ. ഓ, കോട്ടുണ്ട്, കൊള്ളാടാ, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് ചേർത്തിടാം. അങ്ങനെ ഒരുപാട് അലഞ്ഞു. കാരണം ഒരു റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇത്രയും ടഫായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. കാരണം ഒരുപാട് നമ്മൾ സോർട്ട് ചെയ്ത് ഈ പറയുന്ന പോലെ നോ ബ്രോക്കറിൽ നിന്ന് ഒരുപാട് പേര് കോൾ എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് എടുക്കുന്നില്ല. പിന്നെ ഈ നോർമലി നമ്മൾ പോകുമ്പോൾ 2 ലെറ്റ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ കാണാറുണ്ട്. സോ അങ്ങനെ കുറേ പേരെ വിളിച്ചു, 2-3-4 എണ്ണം കണ്ടു. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഇവിടെ കല്യാൺ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടെ ഫുള്ള് ഫുഡ് സ്ട്രീറ്റാണ്. അപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ലഞ്ച് ബ്രേക്കാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത തപ്പലിനിറങ്ങാൻ. അടിപൊളി. നമ്മൾ പറഞ്ഞ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടത്. 2 പേർക്ക് കഴിക്കാനുള്ളത് ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞു. സെർവ് ചെയ്യണം.
ഭയങ്കര നല്ല ആംബിയൻസ് ആട്ടോ. നമ്മളിങ്ങനെ ആ ഒരു വിൻഡോ സൈഡിൽ ഇരുന്ന് റോഡൊക്കെ നോക്കി നല്ല അടിപൊളി ബാംബൂ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബാംബൂ റെസ്റ്റോറന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അവരുടെ തന്നെ ഒരു സ്പെഷ്യലാണ് ബാംബൂ ചിക്കൻ ബിരിയാണി. 4 പീസസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. രണ്ടുപേർക്കും സെർവ് ചെയ്തതിന് ശേഷം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു അല്ലേ? നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഇനിയിപ്പം ബാക്ക് ടു വീണ്ടും നമ്മുടെ ഹണ്ടിലോട്ട് പോണം. ഹൗസ് ഹണ്ട്. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ച് വയറൊക്കെ സെറ്റ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദാ വീണ്ടും ആ ഒരു റൂം ഹണ്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടയേർഡായിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ കയറിയത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. വയറിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടി. വീണ്ടും നമ്മളിങ്ങനെ വീട് തപ്പി ഇറങ്ങുവാണ് കേട്ടോ. അപ്പം കുറച്ച് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞില്ലേ, ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പം കുറേ ഈ ടു ലെറ്റ് എന്ന് പറയുന്ന ബോർഡുകളൊക്കെ കാണും. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പോൾ ചിലവർ ഫോൺ എടുക്കും. അപ്പം ചിലത് ബ്രോക്കേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ റെഫറൽ കിട്ടുന്ന ഈ പറയുന്ന പോലെ വീടൊക്കെ പറ്റുന്നത് നല്ലതാണെന്ന് തോന്നിയാൽ പോയി നോക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത കുറച്ച് വീട് നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. തപ്പിയെടുത്തല്ലേ പറ്റൂ. പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോ, നമ്മൾ ഈ റൂം നോക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഭയങ്കര ലെങ്തി ആയി പോകും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ബോറടിക്കും. കാരണം നമ്മൾ ഒരിടത്ത് കയറി ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ. അതിനുള്ളിൽ നമ്മൾ നോക്കിയിട്ട് ഇറങ്ങുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വണ്ണെന്ന് പറയുന്നത്. ഒരുപാട് തപ്പി നടന്നു. അങ്ങനെ ലാസ്റ്റ് വന്നതാണ് കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം കൊള്ളാം. കാരണം ഇത് പുതിയ ബിൽഡിംഗ് ആണ്. സോ ഭയങ്കര നീറ്റാണ് കേട്ടോ. കിച്ചൺ സ്പേസ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ആ ഒരു നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പം നമ്മൾ ഒരുപാട് വീടൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിട്ടോ. നമുക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു, കുറേയൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. വേറൊന്നുമല്ല, നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങൾ കുറച്ച് കുറവായിരുന്നു ചില ഇതിൽ നോക്കിയപ്പോഴത്തേക്കും. ചിലതിലെന്ന് പറഞ്ഞത് ഭയങ്കര പോക്കറ്റ് റോഡിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ട്രാവൽ ഇഷ്യൂസിൻ്റെ കാര്യങ്ങളും പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ട ആ ഒരു ഇതൊക്കെ കാരണം കുറേയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു. പോയി നോക്കിയപ്പോഴത്തേക്കും നമ്മൾ മറ്റേ നോ ബ്രോക്കറിൽ കണ്ട പോലെ ആയിരുന്നില്ല കേട്ടോ. ചില വീടുകളൊക്കെ ഭയങ്കര ഒരുമാതിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഡേ അതിഗംഭീരമായിട്ട് തീർന്നിരിക്കുകയാണ് ഗൈസ്. അതായത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ടയേർഡായി. അപ്പം ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. നമ്മളൊരു ഷവർമയൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. സോ നല്ലൊരു ബിസി ഡേ ആയിരുന്നു ഇന്ന്. എന്തായാലും ഇന്നത്തെ ഡേ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.